മോഹൻലാലിനോടൊപ്പം തന്നെ പൃഥ്വിരാജിനും അത്രയേറെ ആരാധകരുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും ഉണ്ട്. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇത് കണക്ക് നോക്കിയാൽ 4.5 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. അപ്പം ലാലേട്ടനോടൊപ്പം തന്നെ ഒരു തരത്തിൽ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടോ എന്നുള്ളത് അറിയില്ല. എത്രയായാലും ആരാധകർ പൃഥ്വിരാജിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഒരു പക്ഷേ ആരാധകർ ഏറ്റെടുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ചില നിലപാടുകളോട് അരോചകവും അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരാധകർ അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ പൃഥ്വിരാജിനോടൊപ്പം നിലനിന്നിരുന്നു. നമുക്കറിയാം, ഒരു നടൻ സൂപ്പർ സ്റ്റാർ ആവുന്ന നടനായാലും സാധാരണ നടനായാലും ഒക്കെ ഒരു ആരാധക വൃന്ദമുണ്ടെങ്കിൽ ആ ഒരു ആരാധകരാണ് അവരെ ഈ ഒരു പദവിയിലേക്ക് എത്തിക്കുന്നത്. ഏതൊരു നടൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള പ്രേക്ഷകരാണ്. അപ്പോൾ ആ ഓരോ സിനിമയിലും കാണുന്ന പ്രേക്ഷകർ ഈ നടനെ കാണുമ്പോഴാണ് അതിലൂടെ ആരാധന തോന്നിയാണ് ഇവരൊക്കെ വലിയ വലിയ നടന്മാരും സ്റ്റാർസും ഒക്കെ ആവുന്നത്. ഒരു പക്ഷേ ആദ്യത്തെ സിനിമ വൻ ഹിറ്റായില്ല എന്നുണ്ടെങ്കിൽ, ഒരു നടനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ലൊരു നടനാവില്ല. പക്ഷേ നന്ദനം എന്ന സിനിമയിലൂടെ വന്ന പൃഥ്വിരാജ് മലയാളികളുടെ സ്വന്തമാവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടകാലങ്ങളിൽ ഒരു എമ്പുരാൻ സിനിമ കാരണം, കടുവ എന്ന സിനിമകളിലൂടെയൊക്കെ മുന്നേ ഉള്ള പല സിനിമകളിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പൃഥ്വിരാജിന് തട്ടിയെങ്കിലും പക്ഷെ അതൊക്കെ ആരാധകരും മറന്നിരുന്നു. പല ലക്ഷദ്വീപിനെയൊക്കെ പിന്തുണച്ചുള്ള പല അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും നിലപാടുകളും ഒക്കെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചെങ്കിലും എമ്പുരാൻ എന്ന സിനിമയാണ് ഇത്രത്തോളം പൃഥ്വിരാജിനെ ജനങ്ങൾ വെറുക്കാൻ കാരണം. കാരണം ആരാധകർ ഇത്രത്തോളം വെറുത്താണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4.5 മില്യൺ ഫോളോവേഴ്സുള്ള പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് ഓരോ പോസ്റ്റ്, ഇപ്പം നിലവിലുള്ള ഈ ഒരു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള പൃഥ്വിരാജ് ഇടുന്നത് കൂടുതൽ എമ്പുരാൻ സിനിമയ്ക്കും നരനായിട്ട് 1-2 സിനിമകളുടെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ മാത്രമാണ്. പക്ഷെ അതിൽ പോലും കയറിയ ആൾക്കാർ വളരെയധികം വിമർശകാത്മകമായിട്ടുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇത്രയും മില്യൺസ് ഫോളോവേഴ്സുള്ള പൃഥ്വിരാജിന് നല്ല ഷെയറിങ്ങും ഈ ഇടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റുകൾ വായിക്കുമ്പം എന്താ പറയുന്നത്, ഭയങ്കര ഇതായിട്ട് തോന്നും. കാരണം അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനെ ഇത്രത്തോളം ജനങ്ങൾ വെറുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ തുടരുമെന്ന സിനിമ മോഹൻലാലിൻ്റെ ഇറങ്ങി വളരെ മനോഹരമായ ഒരു ചിത്രമാണെന്ന് അറിയാൻ സാധിച്ചു. ഞാൻ കണ്ടില്ല, കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതായിരിക്കും. ഏതായാലും ആ ഒരു തുടരും എന്ന സിനിമ പ്രേക്ഷകർ നൽകിയ ഒരു ഇതനുസരിച്ച്, റിവ്യൂ അനുസരിച്ച് വളരെ മനോഹരമായൊരു ചിത്രമാണ്. അതവിടെ നിലനിൽക്കട്ടെ. ഇത്രത്തോളം പല സിനിമകൾക്കും വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഈ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുമ്പോൾ മോഹൻലാലിന് അത്ര പ്രിയപ്പെട്ടതാണ്. മോഹൻലാലിൻ്റെ ചിത്രമായി തുടരിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് പോലും പൃഥ്വിരാജ് ഷെയർ ചെയ്തില്ല എന്നുള്ളത് സംശയാസ്പദമായിട്ടാണ് പല പ്രേക്ഷകരും പറയുന്നത്, പല ആരാധകരും പറയുന്നത്. അപ്പോൾ എമ്പുരാൻ സിനിമയോടുകൂടി ഇരുപേരുടെയും കൂട്ടുകെട്ട് അവസാനിച്ചോ എന്നുള്ള ചോദ്യങ്ങളും ഉയർക്കുന്നുണ്ട്. ഏതായാലും കൂട്ടുകെട്ട് അവസാനിച്ചില്ല എന്ന് മറുഭാഗം പറയുന്നുണ്ട്. ഉടനെ തന്നെ പൃഥ്വിരാജ് മോഹൻലാലിനും ചേർന്ന് ഒരുമിച്ച് ഒരു സിനിമയിൽ വരുമെന്നുമൊക്കെ ഉള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും അവരുടെ ഉള്ളിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ പുറമേ അറിയാം. കാരണം ഇപ്പോൾ മോഹൻലാൽ ഈ ഒരു പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പ്രതികരിക്കേണ്ടുന്ന ഒരു പദവി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ അതിൽ പോലും വളരെ വിമർശകരമായിട്ടുള്ള പല മെസ്സേജുകളാണ് വരുന്നത്. ആദ്യത്തെ ഒരു കമൻറ്റ് തന്നെ വളരെ മോശമായിട്ട് വന്നതിന് ഒരു പക്ഷേ എത്രയോ ലാക്ക് ആൾക്കാരാണ് അതിന് ലൈക്ക് ചെയ്യുകയും അതിന് സപ്പോർട്ടായിട്ട് ചെയ്യുകയും ചെയ്തത്. കാരണം അത്രയേറെ രണ്ടുപേരെയും മലയാളികളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പക്ഷേ മോഹൻലാൽ ഈ ഒരു തുടരുമെന്ന സിനിമയിലൂടെ വീണ്ടും പഴയ ലാലേട്ടനായി വന്നു, വീണ്ടും മനസ്സുകളിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷേ അവിടെയും പൃഥ്വിരാജ് ഇപ്പോഴും പുറകെ തന്നെ നിൽക്കുകയാണ്. പൃഥ്വിരാജിന് വളരെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കമൻറ്റുകളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഇരുവരുടെയും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും വൈഫിൻ്റെയും ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, സുപ്രിയയുടെയൊക്കെ ഈ രണ്ടുപേരും നിൽക്കുന്ന വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ഫോട്ടോ തന്നെ വേറൊരു മീഡിയ പങ്കുവെച്ചപ്പോൾ തന്നെ അതിലും വളരെ വൃത്തികെട്ട കമൻറ്റുകൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിന് ഞാൻ കണ്ടെത്തിയ പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ എമ്പുരാൻ എന്ന സിനിമ വളരെയധികം ജനങ്ങളെ വേദനിപ്പിച്ച ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ അത് കട്ട് ചെയ്തപ്പോൾ പോലും
ഇപ്പോൾ കടുവ എന്ന സിനിമയിലെ ചില കാര്യങ്ങൾ അതിൽ വന്നപ്പോൾ പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ് ക്ഷമ ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. പക്ഷേ ഇതിൽ പൃഥ്വിരാജ് മുരളി ഗോപിയോട് ക്ഷമാപണം പോലും നടത്തില്ല. പക്ഷേ അതേസമയം മോഹൻലാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം അതിൽ നിന്ന് ഇന്ന ഭാഗങ്ങളെല്ലാം ഞങ്ങൾ നീക്കം ചെയ്യുമെന്നുള്ളത്. പക്ഷെ അവിടെ പോലും പൃഥ്വിരാജ് മൗനം സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം മോഹൻലാൽ എന്നൊരു സ്റ്റാർ പദവി, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ആ ഒരു സ്റ്റാർ പദവിക്ക് കോട്ടം തട്ടാതിരിക്കാൻ പൃഥ്വിരാജ് ചെയ്തു കൊടുത്ത എന്തോ ഒരു സംഗതി പോലെയാണ് ഇത് ജനങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം സ്വാഭാവികമായിട്ടും സിനിമയിൽ തെറ്റുപറ്റിയതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ മുരളി ഗോപിയും പൃഥ്വിരാജും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ മോഹൻലാലിന് ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഒരു പക്ഷേ വിഷ്വൽ ചെയ്ത് കാണാൻ ഒരു നടന് സാധിക്കില്ല. അതിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്ന സംവിധായകനായിരിക്കാം, അതിനപ്പുറം തിരക്കഥാകൃത്തുമായിരിക്കാം. അപ്പോൾ ഇരുവരും ചേർന്നിട്ടുള്ള ഒരു ഡ്രാമ തന്നെയായിരിക്കാം ഈ പറയുന്ന എമ്പുരാൻ സിനിമ. അപ്പം ഒരു പക്ഷേ അന്ന് മോഹൻലാൽ ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയിൽ തന്നെ ആ സിനിമയോടുള്ള വിരക്തി ഉണ്ടായിരുന്നു. എന്താടോ പൃഥ്വി കാണിച്ചു വെച്ചേക്കുന്നതെന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നീട് പല രീതിയിൽ നമുക്കതൊക്കെ തെളിവാവുകയും ചെയ്തു, അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ എത്രത്തോളം മോഹൻലാൽ എന്നൊരു നടനെ വെച്ച് യൂസ് ചെയ്ത് പൃഥ്വിരാജ് ഒരു പക്ഷേ കോടികൾ സമ്പാദിച്ചിരിക്കാം. പക്ഷേ പൃഥ്വിരാജ് എന്ന നടനെ വെറുക്കുന്ന തരത്തിലാണ് ആ ഒരു സിനിമ പൃഥ്വിരാജ് ഏറ്റെടുത്ത്. എമ്പുരാൻ സിനിമയിൽ ചിലപ്പോൾ കോടികൾ കിട്ടിയിരിക്കാം, പക്ഷേ ജനങ്ങൾ അത്രത്തോളം ആരാധകർ ഇപ്പോൾ പൃഥ്വിരാജിനെ വിമർശിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും പൃഥ്വിരാജ് ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ നേടിയിട്ട് പോലും മാധ്യമങ്ങൾക്കൊരു ബൈറ്റ് കൊടുക്കുകയാവട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലും ഒരു നന്ദി പറയട്ടെ, അല്ലെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് സ്വന്തം ഫേസ്ബുക്കിലൂടെ പല കാര്യങ്ങളും എമ്പുരാനെ പറ്റി വീണ്ടും ഇടുന്നുണ്ടല്ലോ. അതിലൂടെ ആടുജീവിതത്തിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറിനും സംവിധായകനും മറ്റുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ജനങ്ങൾക്ക് വിജയിപ്പിച്ച ജനങ്ങൾക്കും ഒക്കെ ഒരു നന്ദിയോ ഒക്കെ പറയായിരുന്നു. അതൊന്നും ചെയ്തില്ല. പുള്ളിയുടേതായ എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷനും കോടികൾ കിട്ടി എന്നുള്ളത് മാത്രമേ ഇത് ജനങ്ങളെ വല്ലാണ്ട് വെറുപ്പിക്കുന്ന തരത്തിലാക്കി കളഞ്ഞു. പൃഥ്വിരാജ് പലപ്പോഴും അങ്ങ് വെറുപ്പിക്കുന്ന തരത്തിൽ നിലപാട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. വൃത്തികെട്ട നിലപാടാണെങ്കിൽ ജനങ്ങൾ വെറുത്തു പോകും. ഇത് ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് പൃഥ്വിരാജ് വളർന്നതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇത്രയോളം വെറുക്കുന്നത്. സുപ്രിയൊന്നും പിന്നെ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഏതായാലും എവിടെ മാനത്ത് എവിടെ ഏറിപ്പോയാലും താഴെ നിന്നേ സമ്മാനം വാങ്ങിക്കാൻ പറ്റും. ഏത് സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിലും ഇനി പൃഥ്വിരാജ് ഇതേ മാധ്യമങ്ങളെ കാണണം, ഇതേ ജനങ്ങളെ കാണണം. അല്ലാതെ ഒരു സ്റ്റാർ പദവിയായ പൃഥ്വിരാജിന്, ഒരു സിനിമയിലെ നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പൃഥ്വിരാജിന് മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെയും നാളെ ഇതിനെല്ലാം മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും, ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ കടത്ത് പുറക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതുപോലെ ഈ മാധ്യമങ്ങളുടെ നേരെ കാണിക്കുന്ന ഒരു ധാർഷ്ട്യത്തിന് നാളെ എന്തായാലും മാധ്യമങ്ങളുടെ മുമ്പിൽ പൃഥ്വിരാജ് വന്ന് വെട്ടേ പറ്റൂ. അപ്പോൾ നേരത്തെ മുൻകൂട്ടി പറയായിരിക്കും, എൻ്റെ അടുത്ത് ഇന്നതെന്ന് ചോദിക്കരുത്, ഇന്നതിന് ഞാൻ പറയുന്നുള്ളത്. ഏതായാലും പൃഥ്വിരാജ് മലയാളിയാണ്, മലയാള സിനിമയിലുള്ള വ്യക്തി തന്നെയാണ്. മലയാള സിനിമ അല്ലെങ്കിൽ അഭിനയിക്കാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ അഭിനയിക്കണം. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഈ എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങളൊന്നും പുറത്തോട്ടൊന്നും വലിയ തോതിലൊന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിമർശനങ്ങൾക്ക് പൃഥ്വിരാജ് ഇടം വെച്ച് കൊടുത്താൽ ഇതെല്ലാം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും പൃഥ്വിരാജിൻ്റെ കമൻറ്റ് ബോക്സ് ഒരു സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും, വേദന തോന്നും. ഞാനും ഒരു കാലത്ത് ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന് ഇത്രത്തോളം ആരാധകർ വിമർശിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് സങ്കടം തോന്നും. അപ്പോൾ അത്തരത്തിലാക്കിയത് പൃഥ്വിരാജ് തന്നെയാണ്. ഒരു പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മടിയായിരിക്കാം, അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയുടെ ഇമ്പാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ വെറുപ്പിലേക്ക് പോകുന്നതല്ലാതെ ജനങ്ങളെ ഒന്നും തണുപ്പിക്കുന്നില്ല. പൃഥ്വിരാജാണെങ്കിലും ഇപ്പം നമുക്കറിയാം, ഈ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ചുറ്റും ഒരു സമൂഹമുണ്ട്. അവർ തന്നെയാണ് ഇവരെയൊക്കെ വളർത്തുന്നതും വലുതാക്കുന്നതും. അപ്പം ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ, ജനങ്ങളുടെ ഒരു മനസ്സുകൂടി അറിഞ്ഞു വേണം ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കേണ്ടത്.